എൻ്റെ നല്ലയമ്മ. ദൈവകൃപയെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എളുപ്പവഴിയാണ് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥത. ഈ മധ്യസ്ഥ ശക്തിയാൽ ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഐരൂർ ലൂർദുമാത ഇടവക അംഗമായ ഷാജി എന്ന ജെയിംസ് വർഗീസ്. എൻ്റെ പേര് ഷാജി, വീട്ടുപേര് ചെറുകര കോളാകോട്ട്. ഞാൻ ഐരൂർ ലൂർദാശ്രമം ഇടവക അംഗമാണ്. എൻ്റെ ജീവിത പങ്കാളി ജ്യോതി. എനിക്ക് 3 മക്കളാണ്, ഷിജോ, ഷാൻ, ഷാരോൺ. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് തന്ന നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. 1999 എൻ്റെ വിവാഹം. ആ സമയത്ത് ഞാൻ വിദേശത്ത് മസ്കറ്റിലായിരുന്നു. ഞാൻ കൂടുതൽ നവീകരണത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിലും പരിശുദ്ധ അമ്മയോട് നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് കല്യാണാലോചനകളൊക്കെ വന്നപ്പോൾ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ, എനിക്ക് തിരഞ്ഞെടുത്ത് തരുന്നൊരു ജീവിത പങ്കാളി, ആ കുടുംബം പരിപൂർണമായിട്ട് ഈശോയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കളായി തീരണം. അപ്പോൾ എൻ്റെ കല്യാണ സമയം അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു. ആവശ്യങ്ങളൊക്കെ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ ഇങ്ങനെ പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ആരുടെ നാവിൽ നിന്ന് കേൾക്കുന്നോ അതായിരിക്കും നിൻ്റെ ജീവിത പങ്കാളി. അങ്ങനെ ഞാൻ 7 പേരെ കാണാനായിട്ട് പോയി. ഈ 7 പേരെ കാണാൻ പോയിട്ട് ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മടുപ്പ് തോന്നി പുറമോട്ട് വലിഞ്ഞു. കാരണം എനിക്ക് കല്യാണം നടക്കാത്തതിലുള്ള ദുഃഖമല്ല, നേരെ മറിച്ച് ഈ 7 പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തർ കടന്നു നിന്ന് അവരുടെ കല്യാണം നടക്കാതെ പോയതിലുള്ള വിഷമമാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. 8ാമത്തെ ആലോചന വന്നു. ഞാൻ പോയി. എൻ്റെ വീടിനടുത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവിടെ ചെന്നു, എൻ്റെ ആളിനെ കണ്ടു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു. കാരണം ഞങ്ങൾ 12 മക്കളുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. 8 ആണും 4 പെണ്ണും. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി മാതാപിതാക്കളൊക്കെ അവർ പുറത്തായിരുന്നു, ബീഹാറിലായിരുന്നു. അപ്പോൾ ഞാൻ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി, എൻ്റെ ജോലി മേഖലകളെ പറ്റിയൊക്കെ ജീവിത പങ്കാളിയോട് പറഞ്ഞു. എങ്ങനെയുള്ള ഒരാളെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത്, ഈശോ തിരഞ്ഞെടുത്ത് തരുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ള വാക്കാണ് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ മുന്നമേൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യവും അവിടുന്ന് തന്നതും ഇത് രണ്ടും ഒത്തുവന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഈശോനാഥൻ ഞങ്ങൾക്ക് 3 മക്കളെ തന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വിദേശത്തായിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ, കാരണം എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകളും ബുദ്ധിമുട്ടുകളും കണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് 5 വർഷം എൻ്റെ ജീവിത പങ്കാളിയോട് ഒന്നിച്ച് താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണം. കല്യാണം കഴിഞ്ഞ് 7.5 വർഷം ഞങ്ങളൊന്നിച്ച് താമസിച്ചു. അങ്ങനെ ഞാൻ ഈ നവീകരണത്തെപ്പറ്റിയൊക്കെ കേട്ടു. ഒരു ധ്യാനത്തിന് കടന്നു പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ ധ്യാനത്തിന് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതൽ അറിയുവാനും അമ്മയുടെ പാട്ടുകൾ കേൾക്കുവാനുള്ള താല്പര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അമ്മയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ അത് കൂടുതൽ വീണ്ടും മനസ്സിലേക്ക് വലിയ ഒരു സ്നേഹമായി, ഒരു സ്വാതന്ത്ര്യമായി കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിനായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിച്ചു. കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക്, ലൂർദ് മാതാവിൻ്റെ പേരിലുള്ള എൻ്റെ ഇടവക ദേവാലയമാണ്, അച്ഛനോട് കാര്യം പറഞ്ഞു. വലിയ മാതൃഭക്തനായ അച്ഛൻ പറഞ്ഞു, ഷാജി, നമുക്ക് വൈകിട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ എൻ്റെ സുഹൃത്ത് ജോസായനും അച്ഛനും ഒന്നിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ദേവാലയത്തിൽ പോയി ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ചില ദിവസങ്ങളിൽ ഞങ്ങൾ നേരം വെളുക്കുമ്പോഴും ദേവാലയത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീൻ നടത്തുവാനായിട്ട് ഞങ്ങൾ 3 പേർ ഒന്നിച്ച് ചേർന്ന് ക്യാൻറ്റീൻ നടത്തുവാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുത്തു. എല്ലാ ദിവസവും 10 ആകുമ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു ഭവനമാക്കി അതിനെ ഞങ്ങൾ മാറ്റി. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചാണ് ഞങ്ങളുടെ പ്രാർത്ഥന തുടങ്ങുന്നത്. ഓരോ ദിവസത്തെയും പ്രാർത്ഥന കുറേയേറെ നേരം സ്തുതിക്കും. പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രേരണ തരുന്നോ അതും പ്രകാരം ഞങ്ങൾ മുന്നോട്ട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള കുറച്ച് സഹോദരങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുവാനിടയായി. യാത്ര ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹോദരി എന്നോട് പറയുന്നു, ഷാജി,
ഷാജിയുടെ സമീപെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കാണുന്നു. അപ്പോൾ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ യാത്രയിൽ നിരവധിയായിട്ടുള്ള ഭാഷാവരം തന്ന് അവിടുന്ന് അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഒരു സന്ദേശവും കിട്ടി, മാതാവിൻ്റെ വചനപ്പ് തിരുനാളിന് നിങ്ങൾ 3 ചേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ദിവസം വന്നു. ഞങ്ങൾ 3 പേരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മക്കളൊക്കെ ക്ഷീണം തോന്നിയപ്പോൾ അവരൊക്കെ പോയി കിടക്കുവാനായിട്ട് പോയി. ഞങ്ങൾ 3 പേര് അവശേഷിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, സുഗന്ധവാഹിനി, വലിയ സുഗന്ധാഭിഷേകം കിട്ടുന്നു. ഞങ്ങളുടെ നാവിലൊക്കെ മധുരം കൊണ്ട് നിറയുന്നു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ ഭാഷാപരങ്ങളും പല കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്ത ആ ഒരു ദിവസമായിരുന്നു പരിശുദ്ധ അമ്മയുടെ വചനപ്പ് തിരുനാൾ. അതിനുശേഷം ശുശ്രൂഷാ മേഖലകളുമായി കടന്നുപോയി, പല സ്ഥലങ്ങളിലേക്ക് പോയി. ജീവിതത്തിലെ നിരവധിയായ ആവശ്യങ്ങൾ എന്തു വന്നാലും അമ്മ വഴി ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മ മോനോട് പറയണമേ എന്ന് പറഞ്ഞിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയമോ അല്ലെങ്കിൽ ഒരു എത്രയും ദയുള്ള മാതാവ് ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കടന്നു ചെല്ലുന്ന എല്ലാ മേഖലകളിലും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം പല ധ്യാനങ്ങളിലൊക്കെയും കടന്നുപോയി. 2006 മാർച്ചിലാണ് ഞാൻ വീണ്ടും വിദേശത്തേക്ക് പോവുകയാണ്. വിദേശത്ത് ചെന്നപ്പോൾ അബുദാബി സെൻറ്റ് ജോസഫ് ദേവാലയത്തിൻ്റെ ഇടവക കൂട്ടായ്മ, ഒത്തിരിയേറെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് കൊച്ചു കൊച്ചു സെല്ലുകളുണ്ട്. അവിടെ ഓരോ ദിവസങ്ങളിലും വചന ശുശ്രൂഷകൾ നടക്കും. അപ്പോൾ അബുദാബിയിൽ നിന്ന് ഞങ്ങളതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളുണ്ട്. പലപ്പോഴും ക്യാമ്പ് ഏരിയകളിലേക്ക് അബുദാബിയിൽ നിന്ന് ആൾക്കാർക്ക് കടന്നു വരുവാൻ പ്രയാസമായിരിക്കും. എങ്കിലും പലപ്പോഴും എന്നെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ജോലി സ്ഥലത്തായിരിക്കും, ജോലിയിലായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുവാനോ വചനം വായിക്കുവാനോ പഠിക്കുവാനോ ഉള്ള നിമിഷങ്ങൾ കിട്ടത്തില്ല. തിരിച്ചു വന്നാൽ റൂമിലെ ഭക്ഷണം പാകം ചെയ്യണം. പക്ഷേ ഈ നമ്മളെ ഒരു ദൗത്യം ഒരു സെല്ലിലേക്ക് കടന്നു ചെല്ലുവാൻ ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ സെല്ലിനെ സമർപ്പിക്കും. നമ്മുടെ ശുശ്രൂഷാ മേഖലകളെ അമ്മ ആ സെല്ലിനോട്, ആ മക്കളോട് എന്താണ് പറയേണ്ടതെന്നുള്ള പ്രാർത്ഥിക്കുമ്പോൾ നേരെ കടന്നു ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ അത് വേണ്ടത് തിരുക്കുമാരിൽ നിന്ന് മേടിച്ച് തന്ന് ആ സെല്ലിൽ നമുക്ക് വചനം പങ്കുവെക്കുവാനായിട്ട് സാധിച്ചിരുന്നു. ഉണ്ണീശോയെ പൊതിഞ്ഞു സംരക്ഷിച്ച അതേ നീല അങ്കിയാൽ പൊതിഞ്ഞു സംരക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതവും കുടുംബവുമാണ് ഇദ്ദേഹത്തിൻ്റേത്. അമ്മ കൂടെയുള്ള കുടുംബം എന്നും സംരക്ഷണത്തിൻ്റെ തണലിലാണ് എന്നാണ് അനുഭവങ്ങളെ മുൻനിർത്തി ഇദ്ദേഹത്തിന് പറയാനുള്ളത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എൻ്റെ കുടുംബത്തിലേക്ക് വന്ന ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുവാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയേറെ അപകടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വണ്ടി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഇടവക ദേവാലയത്തിലെ തിരുനാൾ കഴിഞ്ഞ് ഞാൻ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ സഞ്ചരിച്ചിരുന്ന കാറ് ലോറിയുമായിട്ടിടിച്ച് വലിയൊരു അപകടമുണ്ടായി. ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ അത് ഓടിച്ച ആൾ രക്ഷപ്പെട്ടെന്ന് ആരും പറയത്തില്ലായിരുന്നു. ഞാൻ ഈ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ടിരുന്ന സമയത്ത് ഈ വണ്ടിയുടെ സ്റ്റിയറിങ് വളഞ്ഞ് ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ആൾ അതിൻ്റെ മേസ്ത്രിയോട് ചോദിച്ചു, ഈ വണ്ടി ഓടിച്ച ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. കാരണം ആ വണ്ടിയുടെ സ്റ്റിയറിങ് അത്രമാത്രം വളഞ്ഞു പോയിരുന്നു. എന്നാൽ മാതാവിൻ്റെ വലിയ ശക്തമായ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു. കാരണം എനിക്ക് യാതൊരു അപകടവും ഉണ്ടായില്ല. എൻ്റെ കാലിൽ ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ രോഗങ്ങൾ കടന്നു വന്നു. മൂത്ത മോന് ജനിച്ച് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ മുതൽ അവന് വിമ്മിഷ്ടവും ശ്വാസം മുട്ടൽ, അങ്ങനെ ഒത്തിരിയേറെ രോഗങ്ങളിലൂടെ കടന്നുപോയി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം രോഗത്തിൻ്റേതായിട്ടുള്ള പീഡകളൊന്നും കുഞ്ഞുങ്ങളെ അലട്ടിയില്ല. എൻ്റെ മൂന്നാമത്തെ മോള് ജനിച്ചു. ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ മോൾക്ക് ശക്തമായൊരു പനി വന്നു. പനിയെ തുടർന്ന് നമ്മുടെ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ പറയുന്നത്, കുഞ്ഞിനെ കൂടുതൽ നോക്കാതെ തന്നെ പറയുന്നത്, കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ നട്ടല് കിഴിച്ച് ഫ്ലൂയിഡ് എടുക്കണം. അതിൻ്റെ അസിസ്റ്റൻ്റ് ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ വിശദീകരിച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അസിസ്റ്റൻ്റ് ഡോക്ടർ ഈ കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചപ്പോൾ മനസ്സിന് വലിയ വേദനയുണ്ടായി. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എൻ്റെ പെങ്ങളന്ന് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് സമർപ്പിച്ചു. അമ്മേ, കുഞ്ഞിനെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാവി ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നടുവുവേദനയൊക്കെ ഇത് വിട്ടുമാറാതുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ശക്തമായ പ്രേരണ കിട്ടി.
കുഞ്ഞിനെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കാണിക്കരുതെന്ന് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കിയിട്ട് കുഞ്ഞിനെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് പനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടന്നു ചെന്ന ആവശ്യം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണിച്ചിട്ടാണ് വരുന്നത്, ആ ഹോസ്പിറ്റലുകാർ കുഞ്ഞിന് മെനിഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. ഡോക്ടർ അപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിൽ ചെവിയിലൊക്കെ മണപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും മെനിഞ്ചൈറ്റിസ് എന്നൊരു രോഗം കുഞ്ഞിന് വരാനായിട്ട് സാധ്യതയില്ല, എന്നാലും നമുക്കൊരു സംശയം തീർക്കുവാനായിട്ട് കുഞ്ഞിൻ്റെ ബ്ലഡും യൂറിനും ഒക്കെ ആയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ഒരു ലാബിലേക്ക് ചെന്നു. എന്നാൽ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തു യൂറിൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബോട്ടിലുമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ലാബിൽ കൊണ്ടുപോയി ഇതെല്ലാം കൊടുത്തു. അവിടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ ഈ ഡോക്ടറെ കാണിക്കുവാനായിട്ട് കോട്ടയത്തേക്ക് യാത്രയാണ്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ അലക്സ്. ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഈ സമയം ഡോക്ടർ അലക്സിനെ കണ്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ അലക്സിൻ്റെ വണ്ടി എൻ്റെ വണ്ടിയെ മറികടന്ന് പോകുന്നത് കണ്ടു. പെട്ടെന്ന് മനസ്സിൽ വലിയ സന്തോഷമായി. ഞാൻ ഈ വണ്ടിയുടെ പിന്നാലെ ഇതിനെ ഓവർടേക്ക് ചെയ്ത് ഡോക്ടറെ കൈ കാണിച്ച് നിർത്തി. ഡോക്ടറോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ കോട്ടയത്തോടടുത്ത് അടക്കത്തിന് പോവുകയാണ്, ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഷാജി, നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ അവിടെ ഡോക്ടർ വണ്ടി നിർത്തിയെടുത്ത് ചെന്നു, ഡോക്ടറെ കണ്ടു. ഈ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു രോഗവുമില്ല എന്ന്. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങളിലും രോഗങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും അമ്മയുടെ നീലയങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചുവെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും. നസ്രത്തിലെ കുടുംബത്തിൻ്റെ വിളക്കായ പരിശുദ്ധ അമ്മ ഇന്ന് തന്നെ അമ്മയായി സ്വീകരിക്കുന്ന കുടുംബങ്ങൾക്കും വിളക്കായി തെളിയുന്നു. ഈ ഭവനത്തിലും അത് വ്യക്തമാണ്. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെട്ട് വഴിയൊരുക്കിയ അനേക അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നു. സ്വന്തമായൊരു വീടെന്നുള്ള സ്വപ്നം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഏത് സമയത്ത് വീട് വെച്ചാലും സാമ്പത്തിക ബാധ്യതയില്ലാതെ ബാങ്ക് ലോൺ എടുക്കാതെ വീട് വെക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആദ്യമായി ചെയ്തത് ആദ്യമായി മേടിച്ചൊരു സ്ഥലമുണ്ടായിരുന്നു, അത് വിറ്റതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് തന്നെ 2 സ്ഥലം സ്വന്തപ്പെട്ടവരുടെ കണ്ടെത്തുകയും ആ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മ വഴി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വീട് വെക്കുവാനായിട്ടുള്ള സ്ഥലം കിട്ടുന്നത്. ആ സ്ഥലത്തിൻ്റെ പകുതി വിറ്റതിന് ശേഷമാണ് വീട് പണി ഞങ്ങൾ തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി ചോദിച്ചിരുന്നു, ഈ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ട നമുക്ക് സമ്പത്തില്ല, എന്നാൽ എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ പ്ലാനും പദ്ധതിയും ഭൗതികമായ എല്ലാ വസ്തുക്കളും അമ്മേ അനുനിമിഷം കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ച് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി മേടിച്ച ആ സ്ഥലത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് ആദ്യം വിൽക്കേണ്ടി വന്നു. അതിനോട് ശേഷം വീട് പണി ഞങ്ങൾ തുടങ്ങി. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആയപ്പോഴേക്കും ഞങ്ങളുടെ പൈസ ഇല്ലാതെ വന്ന സമയത്ത് ശക്തമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ മറ്റ് പല സ്ഥലങ്ങൾ മേടിക്കാനായിട്ട് സാധിച്ചു. അതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് വീട് പണി പൂർത്തീകരിക്കുവാനും അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വേണ്ട സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ഇതേ രീതിയിൽ പല സ്ഥലങ്ങൾ വാങ്ങിക്കുകയും അത് വിൽക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഭൗതിക വസ്തുക്കളും ഒരുക്കി. വീട് നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിക്കുവാൻ എന്നപ്പോഴത്തേക്ക് തടിയുടെ ക്ഷാമം നേരിട്ടു. ഈ സമയം എൻ്റെ സഹോദരനോട് പറയുകയും സഹോദരൻ്റെ ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല 2 തടികൾ വെട്ടിയെടുക്കുവാനായിട്ട് എന്നോട് പറഞ്ഞു. അത് വെട്ടിയെടുത്തുകൊണ്ട് ഇത് അർപ്പിക്കാൻ ചെന്ന സമയത്തൊക്കെ ഇത്രയും നല്ല ശ്രേഷ്ഠമായ തടി എവിടുന്ന് കിട്ടിയെന്ന് ആ മില്ലുകാർ പോലും ചോദിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥമാണെന്ന് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളും എല്ലാം അനുനിമിഷ ജീവിതങ്ങളിലെ ഏത് ആവശ്യങ്ങളിലാണേലും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. അമ്മ ആ നിമിഷങ്ങളിലൊക്കെ ഇടപെടുമായിരുന്നു. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ആ മാധ്യസ്ഥമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. അന്ന് തുടങ്ങിയ ആ പ്രാർത്ഥന ഇന്നും ഇടതടവില്ലാതെ ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന നിമിഷങ്ങളിലാണെങ്കിൽ പോലും ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. വളരെ ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം അത് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം തിരിച്ചറിയുവാനും ശക്തമായ സുഗന്ധാഭിഷേകവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാവിലൊക്കെ മധുരം വന്ന് നിറയുന്ന അനുഭവങ്ങളും അമ്മയുടെ ആ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ഇവർക്കുള്ളത് കേവലമൊരു വൈകാരിക ബന്ധമല്ല, മറിച്ച് തങ്ങളുടെ സർവ്വ ആശ്രയവും ഈശോയിൽ സമർപ്പിക്കുന്നത് ഈ അമ്മ വഴിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സ്നേഹവും സാമീപ്യവും നൽകാൻ അമ്മയെന്നും ഇവരോട് കൂടെയുണ്ട്.
ഈ അടുത്ത സമയത്തായി പരിശുദ്ധ അമ്മയുടെ ഒത്തിരിയേറെ സാന്നിധ്യവും സാമീപ്യവും തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും 3 പേരും കൂടെ ദിവസവും 5 തിരിയുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമായിരുന്നു. 5 തിരി കത്തിച്ചു വെച്ചാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ലുത്തിനിയ കഴിയുമ്പോഴത്തേന് ഈ 5 തിരിയും പൂർണ്ണമായിട്ട് കത്തിത്തീരുമായിരുന്നു. എന്നാൽ 10ാമത്തെ ദിവസം ഞങ്ങൾ ഈ 5 തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഈ തിരി ഏതാണ്ട് 1/4 ഭാഗമേ കത്തിത്തീർന്നുള്ളൂ, 3/4 ഭാഗമോളം അവശേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സുഗന്ധാഭിഷേകവും പലതരത്തിലുള്ള കുന്തിരിക്കത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും പലതരത്തിലുള്ള ശക്തമായ സുഗന്ധാഭിഷേകം കടന്നു വന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നിരവധി തവണ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അമ്മയുടെ ആ സ്നേഹവലയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ നിമിഷങ്ങളുമായിരുന്നു ഇത്. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ